എനിക്ക് +1 +2 അധികം മാർക്കില്ലേനും അവിടെ നിന്ന് അധികം പഠിച്ചിട്ടില്ല. ഞാൻ ഇവിടെ റേസിൽ വന്നിട്ടാണ് ഞാൻ +1 +2 അത് ഇടുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ടൈം എടുത്ത് പഠിക്കാൻ. റിപ്പീറ്റ് ജേർണി പറഞ്ഞാൽ തന്നെ ഫുൾ സ്ട്രഗിൾ ആൻഡ് പെയിൻ ആണ്. ഫുൾ മൊത്തം ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങോട്ട് വരാക്കരുത്. എക്സാം കഴിഞ്ഞ് മാർക്ക് കിട്ടാൻ പറ്റുന്ന ഹാപ്പിനെസ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആദ്യം കുഴപ്പമില്ല, പക്ഷെ മൂന്നാമത്തെ റിപ്പീറ്റിന് പിന്നെ അമ്മക്ക് പേടിയായി. അമ്മ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണോ എല്ലാം പറഞ്ഞു. പക്ഷെ അച്ഛൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മക്ക് അന്നേരം പേടിയാണ്. അമ്മ പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കണോ, അല്ലേ ഇതിപ്പോൾ ശരിയാവുമോ എല്ലാം പേടിയാണ്. ഹായ് ഓൾ, നീറ്റ് 2026 റിസൾട്ട് വന്നപ്പം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു അക്കാഡമിക് വിജയമാണ് റേസിൻ്റേത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മികച്ച സ്കോറുകൾ ലഭിച്ച അക്തറും രൺവീറുമാണ്. സോ അവരുടെ ഒരു ജേർണി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം. സോ നീറ്റ് ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു, നല്ല സ്കോർ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ മൊമെന്റിൽ തോന്നുന്നത്? സന്തോഷമുണ്ട്. കുറേ സ്ട്രഗിളും കുറേ പെയിനും കഴിഞ്ഞിട്ട് ഇപ്പോൾ സമാധാനത്തിൽ നിൽക്കണം. ഇപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇപ്പം സമാധാനമായി. ഇപ്പം വെറുതെ ഇരിക്കാം. പിന്നെ ഇപ്പോൾ ടെൻഷനെല്ലാം പോയി. ഇപ്പം ചില്ലായിട്ടിരിക്കാം. ഓക്കെ, അപ്പം ലൈക്ക് നീറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു വാർത്ത വന്നപ്പം എങ്ങനെയായിരുന്നു നിങ്ങളത് അഭിമുഖീകരിച്ചത്? കഴിഞ്ഞ നീറ്റിൽ നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു. എന്തായാലും എവിടെയെങ്കിലും കോളേജ് കിട്ടുന്നുള്ള ഉറപ്പ്. അതിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പേപ്പർ ചോർന്നത് ന്യൂസ് ആയതും പെട്ടെന്ന് ക്യാൻസൽ ആക്കിയതൊക്കെ നല്ല ഷോക്കായിരുന്നു. പിന്നെ അതിൽ നിന്നൊന്ന് റിക്കവറായിട്ട് പിന്നെ ട്രാക്കിലേക്ക് കയറാൻ കുറച്ച് ടൈം എടുത്ത് അത് പിന്നെ അവസാനം റേസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറേയൊക്കെ എക്സാം എഴുതി സെറ്റായി. പിന്നെ നീറ്റിലേക്കുള്ള പ്രിപ്പറേഷൻ കുറച്ചുകൂടി മറ്റേ ഹാർഡാക്കി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്ലോയിൽ കയറി. പിന്നെയാണ് അപ്പോഴേക്കും നീറ്റിൻ്റെ ഒരു മന്തിലുള്ളൂ കുറേയൊക്കെ റെഡിയായി. പിന്നെ നീറ്റിൻ്റെ ആ എക്സാമിലേക്ക് ആ ജൂണിലേക്ക് വന്നു. അന്നേരം നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം ഇതുപോലെ തന്നെ പഠിക്കേണ്ടി വന്ന് എല്ലാം മറന്നു കഴിഞ്ഞു. ആദ്യം മുതൽ പഠിക്കേണ്ടി വന്നു. കുഞ്ഞിലെയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്? എനിക്ക് ചെറുപ്പം മുതലേ ഡോക്ടർ ആകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നെക്കാട്ടിലും എൻ്റെ ഉപ്പക്കാണ് എന്നെ ഡോക്ടർ ആക്കണം എന്നൊരു ആഗ്രഹം. കാരണം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ നിൽക്കുന്ന ആദ്യ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പക്കും ഡോക്ടർ ആക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. എനിക്കും പിന്നെ അതിൽ തന്നെ എനിക്കും ആ ഒരു ആഗ്രഹം വളരെ വലുതായി വന്ന്. പിന്നെ +2 കഴിഞ്ഞ പാടെ ഇതിലേക്കാണ് തിരിഞ്ഞതാണ്, ഡോക്ടർ ആവുക എന്നുള്ള എയിമിലേക്ക്. അങ്ങനെ ഇപ്പോൾ വരെ എത്തി. സന്തോഷമുണ്ട്. രൺവീറിനായാലോ? എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഏട്ടൻ ഡോക്ടറായാലും പിന്നെ അച്ഛൻ എന്നെ കൂടെ ഡോക്ടറാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിനെ തന്നെ പഠിക്കാൻ വിചാരിച്ച്. പക്ഷെ എന്തായാലും അറിയില്ല നീറ്റ് ഇങ്ങനെയാണെന്ന്. പിന്നെ ഇപ്പം ഇങ്ങനെ പഠിച്ചിട്ട് കിട്ടി. റീനീറ്റ് എഴുതേണ്ടി വന്നപ്പോൾ മനസ്സിൽ എന്തായിരുന്നു? ആദ്യത്തെ നീറ്റ് തന്നെ ഞങ്ങൾ രണ്ടാളും നല്ലൊരു സ്കോർ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ക്യാൻസൽ ചെയ്ത് രണ്ടാമത് നീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ ബ്രോക്കണായി. പിന്നെ ഒന്ന് ഫ്ലോ കയറി എക്സാം എഴുതി. പിന്നെ വിചാരിച്ചിട്ട് കുറച്ചും ടഫാക്കിയപ്പോൾ ഒന്ന് ഡൗൺ ആയി. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് എല്ലാ ധൈര്യം പിടിച്ച് എഴുതിയാണ്. ഇൻഷാല്ലാ കിട്ടി. എന്തായാലും അൽഹംദുലില്ല. അതിൽ ഫിസിക്സ് കണ്ടപ്പോൾ തന്നെ ആയത്തന്നെ പേടിച്ചു പോയി. പിന്നെ ആകെ നെറ്റിലെല്ലാം കട്ട് ഓഫ് കുറയുന്നുണ്ടായിരുന്നു കുറച്ചൊരു ഹോപ്പ് കിട്ടിയത്. പിന്നെ ഇപ്പം കിട്ടിയാലും ഒന്ന് സമാധാനമായി. റീനീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് അത് ഏതായിരുന്നു? ലൈക്ക് അതെങ്ങനെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തത്? സബ്ജക്റ്റ് എന്നല്ല, ഓൾറെഡി നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കണമല്ലോ. അപ്പം സബ്ജക്റ്റിലുപരി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ട്രിക്സ് അതിൻ്റെ ടിപ്സൊക്കെ ആണല്ലോ അധികം ഉപയോഗിക്കുക. കുറേ കൈവിട്ട് പോയി പെട്ടെന്ന് നീറ്റ് കിട്ടി നിൽക്കണമല്ലോ. അപ്പോൾ ആ ഒരു എൻജോയ്മെന്റിലേക്ക് മാറുമ്പോൾ പിന്നെ ആ ടച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഇനി ആ പഴയ ടച്ചോ അല്ലെങ്കിൽ ആ ഒരു ട്രിക്സൊക്കെ കുറേയൊക്കെ വിട്ട് പിന്നെ പഠിച്ചൊക്കെ മറന്നു പോയി എന്നുള്ളൊരു പേടി, അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് 1 വീക്ക് 2 വീക്ക് തന്നെ എക്സാം എഴുതി തന്നെ ഒന്ന് വരാനുള്ള ടൈം എടുത്തിരുന്നു. പിന്നെ അത്ര നമ്മളെ ജസീൻസ് ആണെങ്കിലും ദിലീപ് സാറൊക്കെ എക്സാം കൂടെ ഉണ്ടായിരുന്നു. ഡാറ്റസ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടും എൻ്റെ മാർക്ക് ഇങ്ങനെ കുറയും. മാർക്കൊക്കെ പറയുമ്പോൾ മിസ് പറയും മാർക്ക് കുറയണ്ടിട്ടോ പറയും, കുറച്ച് വെയിറ്റ് ചെയ്യണം ഇന്ന് ട്രാക്കി കയറാനുണ്ട്. അങ്ങനെ നല്ല പുഷ് ചെയ്ത് തന്നെ അങ്ങനെയാണ് ഞാൻ ഇത്രയും എത്തി. അങ്ങനെ എക്സാം കുറച്ചും എഴുതി ഇമ്പ്രൂവ് ആയി. ടൈം മാനേജർ കുറച്ച് കൈവിട്ട് പോയിരുന്നു. എന്താ വെച്ചാൽ എക്സാം കഴിഞ്ഞ് പിന്നെ ആ ഒരു എൻജോയ്മെന്റിലേക്ക് മാറിയപ്പം പിന്നെ എക്സാംസ് രണ്ട് ട്രാക്ക് ആണല്ലോ. ട്രാക്ക് മാറിയപ്പോൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന് പിന്നെ റെഡിയായി.
കുറച്ച് ടൈം എടുത്തെങ്കിൽ റെഡിയായി. ഓക്കെ, ഇനിയിപ്പം ഫസ്റ്റ് നീറ്റ് എഴുതിയപ്പോഴും റീനീറ്റ് എഴുതിയപ്പോഴും എന്തെങ്കിലും നിങ്ങളെ ചേഞ്ചസ് വരുത്തിയോ? ഫസ്റ്റ് നീറ്റ് എഴുതിയപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വരുത്തിയോ? ചേഞ്ചസ് വരുത്തിന്, പക്ഷേ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. വേറെ തന്നെ ചോദിച്ചപ്പോൾ ചേഞ്ചസിന് വലിയ ഗുണമുണ്ടായിട്ടില്ല. ഓക്കെ, അക്തറായാലോ? നീറ്റ് രണ്ടും എക്സ്ട്രീം ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് നീറ്റ് വളരെ സിമ്പിൾ ആക്കിയപ്പോൾ നീറ്റ് വരികയാണെങ്കിലും അധികം ഒന്നും ടഫാക്കൂല, അല്ലെങ്കിൽ അധികം ഇടങ്ങാറാക്കൂല എന്ന് പ്രതീക്ഷിച്ച് നിന്ന്. പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ച് പണി പറ്റി. ബയോളജി കമ്പാരിറ്റീവ്ലി ചീസാക്കിയപ്പോൾ ഫിസിക്സ് അതുപോലെ തന്നെ 25 മോഡൽ അല്ലെങ്കിൽ അത്ര അല്ലെങ്കിലും ഒരു ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ സ്ട്രെസ്സായി ഹാളിൽ തന്നെ. പക്ഷേ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ പിടിച്ച് നിൽക്കാൻ പറ്റി. ഈ ഒരു റീനീറ്റിൽ ഈ ഒരു ഹൈ സ്കോറിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയത്? എക്സാംസ് തന്നെയാണ് അധികവും. എന്താ പറയുക, പിന്നെ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻസും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നല്ലോ മോട്ടിവേഷൻസ്. പിന്നെ നമ്മുടെ എക്സാംസ് എഴുതി നമ്മൾ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഒരിടം പോയാണ് പിന്നെ അത് റീഗെയിൻ ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്ട്രഗിൾ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതന്നെ എക്സാംസ് എഴുതിയുള്ള നമ്മൾ ആ ഒരു പരിചയം അതിനാണ് പിന്നെ മുതലായത്. ആ എക്സാമിൻ്റെ ആ ടൈമിൽ കുറേ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റി. കുറേയൊക്കെ ഞാൻ 2005 ഈ മോഡൽ വന്നപ്പോൾ ഞാൻ കുറേ പേടിച്ചിരുന്നു, കുറേ തെറ്റിച്ചിരുന്നു, കുറേ ലെഫ്റ്റ് വന്നിരുന്നു. ഇത് മാക്സിമം സ്കോർ ചെയ്യാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു മോഡിലേക്ക് മാറി റഷ് ചെയ്തിട്ടാണ് എക്സാം എഴുതി തീർത്ത തന്നെ. അതുകൊണ്ട് എക്സാം എഴുതിയുള്ള ആ ഒരു എക്സ്പീരിയൻസ് മുതലായിരുന്നു. റഷ് ചെയ്ത പ്രശ്നമായിന്. അപ്പോൾ ഫിസിക്സിൽ റഷ് ചെയ്യുമ്പോൾ കുറച്ച് തെറ്റിയിട്ടുണ്ട്, കെമിസ്ട്രിയിലും തെറ്റിയിട്ടുണ്ട്. റീനീറ്റിന് മാർക്ക് മറ്റേതിനെക്കാട്ടും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. റിപ്പീറ്റ് ചെയ്യാന്ന് നിങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പം അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു റിപ്പീറ്റിംഗ് ജേർണി നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം വീട്ടിൽ വലിയൊരു ധാരണ ഇല്ല, ഇതെന്താണ് റിപ്പീറ്റ് എന്താണ്, അല്ലെങ്കിൽ നീറ്റിൻ്റെ എക്സാം എങ്ങനെയാണ്, അങ്ങനെ ഒരു ധാരണ ഇല്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മൾ. അപ്പോൾ അത്ര വലിയൊരു ധാരണ ഇല്ലായിരുന്നു. അപ്പോൾ ഉപ്പയമ്മയും പറഞ്ഞ് നീ പോയി നോക്ക്, എന്തായാലും എന്താ നോക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ്. ഫസ്റ്റ് റിപ്പീറ്റ് എന്തായാലും എനിക്ക് വല്ല അറിയുന്നില്ല ഇവിടെ വന്നിട്ട്. അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോക്കിന് ടൈം വരെ പോയിക്കുന്നത്. ഇപ്പോൾ കിട്ടില്ല ഉറപ്പായി. ഇപ്പോൾ അപ്പോൾ വെച്ച് അത് കിട്ടുമോ വെച്ചു, ഇല്ല ഇത് കിട്ടില്ല എന്തായാലും. അപ്പോൾ ആ പറഞ്ഞ് എല്ലാം കടത്തിൽ നോക്കാം, ഫുള്ളി സപ്പോർട്ടാണ്, വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് ആണ് പറഞ്ഞപ്പോഴും എനിക്ക് റിപ്പീറ്റ് ആണ് ഇഷ്ടമെങ്കിൽ ചെയ്തോ, പഠിപ്പിക്കാൻ കഴിയാൻ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ റിപ്പീറ്റിന് കഴിഞ്ഞ് അത് 2024 കുറച്ച് നല്ല ഈസി എക്സാം ആയിരുന്നല്ലോ. അതിൽ കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ റാങ്ക് നോക്കിയപ്പോൾ അത്ര കിട്ടിയില്ല, അത് മിസ്സായിപ്പോയി. അപ്പോഴും വാപ്പ ഞാൻ പറഞ്ഞു, എനിക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ റിപ്പീറ്റ് ചെയ്തോ, ഞാൻ ഫാമിലി മൊത്തം കൂടെ ഉണ്ട്. ഫാമിലിൻ്റെ ഉമ്മയും ഉപ്പയും അനിയനായാലും എൻ്റെ നെയ്ബേഴ്സ് ആയാലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു റിപ്പീറ്റ് ചെയ്യാൻ. അവരങ്ങനെ ഒരു ഷെയർ അല്ലെങ്കിൽ മുഖത്തേക്ക് വേണ്ടായിരുന്നു അങ്ങനെ ഒരു സംസാരം എടുത്തിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതെനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ, നിർത്തി പോകാനുള്ള ഒരു വഴിക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നിയത് എൻ്റെ ഫാമിലി പറയും എനിക്ക് പറ്റുമെങ്കിലും ചെയ്തോ, അങ്ങനെ ഉണ്ട് ഇവിടെ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. റിപ്പീറ്റ് ചെയ്യാൻ ആദ്യം കുഴപ്പമില്ല, പക്ഷെ മൂന്നാമത്തെ റിപ്പീറ്റിന് പിന്നെ അമ്മക്ക് പേടിയായി. അമ്മ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണോ എല്ലാം പറഞ്ഞ്. പക്ഷെ അച്ഛൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. എന്നിട്ട് അമ്മക്ക് എന്തായാലും പേടിയാണ്. അമ്മ പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കണോ, ഇല്ല ഇതിപ്പോൾ ശരിയാകുമോ എല്ലാം പേടിയാണ്. പിന്നെ ഞാനിങ്ങോട്ട് വന്നിട്ട് കുഴപ്പമില്ല, എന്തായി കുഴപ്പമില്ല. ഓക്കെ, സോ റേസിൻ്റെ അല്ലെങ്കിൽ റേസിൻ്റെ ഒരു അക്കാഡമിക് സിസ്റ്റം നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ഇവിടുത്തെ ക്ലാസ് തന്നെ പറയാനുള്ളൂ. മറ്റേ ഓരോ സാറിന് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് കൺസെപ്റ്റിൽ നമുക്ക് വേണ്ട ടോപ്പിക്സ് ആ രീതിയിൽ. എനിക്കിപ്പം ഇക്വേഷൻസ് അല്ലെങ്കിൽ മനപ്പാടാക്കാനുള്ള ഒരു മെത്തേഡല്ല ഉണ്ട്, എനിക്ക് കഴിയില്ല, പെട്ടെന്ന് മറന്നു അങ്ങനെ മൈൻഡാണ്. എനിക്ക് കൺസെപ്റ്റിൽ തന്നെ വേണം, ഫിസിക്സൊക്കെ ആയാലും കൺസെപ്റ്റിൽ തന്നെ വേണം. അപ്പം എനിക്കെടുത്ത സാധാരണ ഫാക്കൽറ്റീസൊക്കെ അധികവും മനസ്സിലാക്കി തന്നെ ക്ലാസ്സിൽ കുട്ടികൾ എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പം എനിക്ക് കറക്റ്റ് എൻ്റെ കൺസെപ്റ്റിലുള്ള ഐഡിയകളൊക്കെ ക്ലാസ്സിന് കിട്ടലുണ്ട്. പിന്നെ മെറ്റീരിയൽസിൻ്റെ ഇവിടുത്തെ മെറ്റീരിയൽസിൻ്റെ മെൻഡർ ആണെങ്കിലും നമുക്ക് ഗെയിംസ് കമ്പനി ഉണ്ട്. അതാണെങ്കിലും അതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ലോ ലെവൽ, മീഡിയം ലെവൽ, ഹൈ ലെവൽ എല്ലാ ലെവലും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പരിചയപ്പെടാൻ പറ്റും. മെറ്റീരിയൽസൊക്കെ അടിപൊളിയാണ്. പിന്നെയുള്ള എക്സാംസാണ് മെയിൻ എക്സാംസ് തന്നെ അർത്ഥം പറയാലോ. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ടൈം എല്ലാം എടുക്കും. 2 മിനിറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 to 10 ക്വസ്റ്റ്യൻ ടൈം കളിക്കും ക്വസ്റ്റ്യൻസ് വരെ. പക്ഷേ എക്സാംസിന് നമുക്ക് ടൈം മാനേജ്മെൻറ്റ്
കറക്റ്റ് എങ്ങനെ ടൈം മാനേജ് ചെയ്യാനുള്ള ഐഡിയ കിട്ടുന്ന എക്സാംസ് എഴുതുന്നതാണല്ലോ. അപ്പം ഇവിടുത്തെ എക്സാംസിൽ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്. ആൾട്ടർനേറ്റീവ് ആയിട്ടാവും. ഒന്നെങ്കിൽ ഒരു എക്സാം എന്തായാലും ഒരു ഈസി എക്സാം എന്തായാലും ഇടയ്ക്കുണ്ടാവുന്നുണ്ട്, പിന്നെ ഒരു ടഫ് എക്സാം ഉണ്ടാവുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേൺ ആയിരിക്കില്ല എക്സാം ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് പരിചയപ്പെടാനും അതുപോലെ മിങ്കിളാവാനും ടൈം അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്യാനുള്ള ഐഡിയ ഇവിടുത്തെ എക്സാം ആയിരുന്നു കിട്ടുന്നുണ്ട്. മാഷന്മാരെല്ലാവരും എടുത്ത് ടോപ്പ് ചെയ്യാനും ഇപ്പം എടുത്ത് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് അല്ലാണ്ട് എല്ലാം ഈസി മെത്തേഡ് പല മാഷന്മാരും പറയാനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ ലോങ് മെത്തേഡെല്ലാം പകരം ഷോർട്ടായിട്ട് അവരോരോന്ന് പറയാനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസിനെ കൊണ്ടാൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഹോസ്റ്റൽ ഇതാണ്, അപ്പം എങ്ങനെയാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? അവിടുത്തെ എൻവയോൺമെന്റും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഹോസ്റ്റലിലെ എൻവയോൺമെന്റ് പഠിക്കാൻ പറ്റിയ എൻവയോൺമെന്റ് ആയിരുന്നു. വീട്ടിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഉറങ്ങുക അങ്ങനത്തെ ആയിരിക്കും, രാവിലെ എണീക്കാൻ വരെ പറ്റില്ല. ഹോസ്റ്റലിലാണെങ്കിൽ കൃത്യസമയത്ത് ഫുഡായിരിക്കും, കൃത്യസമയത്ത് കുളിയെല്ലാം കൃത്യമായിരിക്കും, ഒരു കൃത്യ ടൈം ടേബിൾ വെച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിരിക്കും. അതുകൊണ്ട് മര്യാദക്കുള്ള പഠിക്കാൻ പറ്റിയ എൻവയോൺമെന്റ് ആയിരുന്നു. അത് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്സ് വീട്ടിലാണെങ്കിൽ എനിക്ക് നടക്കുന്നില്ല. ഞാൻ എന്തായാലും എനിക്ക് ഫോൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കില്ല, എങ്ങനെയെങ്കിലും അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയ നേരം അങ്ങോട്ട് പോകും. ഇവിടെ അതുകൊണ്ട് ഫോണില്ല, നിൽക്കുന്നൊരു ഫോണേ ഉള്ളൂ, കീപാഡ് ഫോൺ. അത് ആഴ്ച 2 ദിവസം വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫോൺ എനിക്ക് മാക്സിമം ഒഴിവാക്കണം. ഒരു ഹോസ്റ്റൽ നിർബന്ധം തന്നെ. അപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റലിൽ ഫോൺ എന്തെങ്കിലും മാറ്റി വെച്ച് പിന്നെയുള്ള ആ സിസ്റ്റമാറ്റിക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനും പഠിക്കാനും, പിന്നെ നമ്മുടെ കുളിയും ഫുഡൊക്കെ ആ കറക്റ്റ് ടൈം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ടൈം ടേബിൾ ഇട്ട് പഠിക്കാനുള്ളൊരു ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആ ക്ലാസ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ക്ലാസ്സായിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരു പ്ലാൻ ചെയ്യാം, അങ്ങനെ വരാൻ പോകുന്ന ദിവസങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്പേസും കിട്ടുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന്. സോ ഇനി നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് നിങ്ങൾ എന്തായിരിക്കും പറയുക, അല്ലെങ്കിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുക? ഇനി എഴുതാൻ പോകുന്നവരോട് സ്വന്തം ഇഷ്ടത്തിനാണെങ്കിൽ ഓക്കെ, ആരെങ്കിലും പുഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ ഇങ്ങോട്ട് വരരുത്. കാരണം ഇവിടെ കുറച്ച് കോമ്പറ്റീഷൻ നല്ല അധികമാണ്. നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, മടുപ്പ് വരും, നല്ല മടുപ്പ് വരും. എനിക്ക് നല്ല മടുപ്പ് നിൽക്കുന്നത് ഞാൻ പിടിച്ചു നിന്ന ഞങ്ങൾക്കൊക്കെ. ഒപ്പമുള്ളതൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് വേണം, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് അത് കിട്ടണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഈ ഒരു കടമ്പ കടക്കണം എന്നുള്ളൊരു കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു വിശ്വാസം വേണം. അതുണ്ടെങ്കിൽ മുന്നോട്ട് പോകാറ്റുള്ളൂ. പിന്നെ ഇടയ്ക്ക് നിർത്തി പോയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് ഡൗൺ ആവുക, പെട്ടെന്ന് കൂടുക, അങ്ങനെ കുറേ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക. അതുകൊണ്ട് ആരെയും തള്ളി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെയും പുഷ് ചെയ്തിട്ടിട്ടോ ഒന്നും കൊണ്ട് വരാൻ നിൽക്കരുത്. പണി കിട്ടും, നല്ല പണി കിട്ടും. അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് വരിക, സ്ട്രഗിൾ ചെയ്യാനുള്ളതാണ്. അത് ട്രൂ ആണ്. നീറ്റിൻ്റെ റിപ്പീറ്റ് ജേർണി പറഞ്ഞാൽ തന്നെ ഫുൾ സ്ട്രഗിൾ ആൻഡ് പെയിൻ ആണ്. ഫുൾ മൊത്തം ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങോട്ട് വരാക്കരുത്. എക്സാം കഴിഞ്ഞ് മാർക്ക് കിട്ടുമ്പോൾ ഹാപ്പിനെസ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം കൂടി മുൻകൂട്ടി കണ്ടുവരിക, അതന്നെ പറയാനുള്ളൂ. ആ സ്വന്തം ഇഷ്ടത്തിന് വന്നവരെ തന്നെ ഇവിടെ +1 +2 പഠിക്കാണ്ട് വന്നതാണെങ്കിൽ ഇവിടെ ഒന്നും തിയറി സെറ്റാക്കിയിട്ട് പഠിക്കായി. ഞങ്ങൾക്ക് +1 +2 അധികം മാർക്കില്ലേനും അവിടെ നിന്ന് അധികം പഠിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ റേസിൽ വന്നിട്ടാണ് ഞാൻ ആ +1 +2 അത് ഇടുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ടൈം എടുത്ത് പഠിക്കാൻ. അപ്പോൾ ഞാൻ കൂടുതൽ സമയം തിയറീൻ്റെ മുകളിൽ എടുക്കേണ്ടി വന്നത്. പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണം. ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ സ്പീഡ് കിട്ടില്ല. എക്സാം 150 ക്വസ്റ്റ്യൻ ചെയ്താനും പറ്റില്ല സ്പീഡിൽ. അപ്പോൾ കുട്ടികളോട് എന്തായിരിക്കും രൺവീർ പറയാം? ഇവിടെ വന്ന ഫസ്റ്റ് തന്നെ തിയറി പഠിക്കണം, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. ആദ്യം തിയറി എന്തായാലും പഠിക്കണം, അതിനുശേഷം പിന്നെ ഫുൾ ക്വസ്റ്റ്യൻ ആക്കിയാൽ മതി. ഓക്കെ, സോ നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടട്ടെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.